Hi everyone, once again welcome back to Xylem Learning. Welcome back to English class. So, നമ്മുടെ മറ്റൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം നമ്മൾ എന്താണ് നമ്മുടെ ഒരു ഏർലി അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിഗിനിങ് എൻജോയ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്തിരി മാറി നമ്മുടെ ഒരു എക്സാമും കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു സമയമായില്ലേ. അപ്പൊ ഇത്തിരി നമ്മൾ എന്താണ് ഒരു സീരിയസ് ആയിട്ട് പഠിക്കേണ്ട സമയമൊക്കെ ആയി. സോ നമ്മുടെ ഫസ്റ്റ് എക്സാമിനേഷൻ, നമ്മുടെ ഓണം എക്സാമിനേഷൻ ഒക്കെ എന്താണ് ഇതേ അറ്റ് ദ ഡോറിലെ നമ്മുടെ വാതിൽക്കലെത്തി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ റിവിഷൻ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആൻഡ് ഓൾസോ വി വാണ്ട് ടു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ ഇന്ന് ആക്ച്വലി ബിഫോർ ദാറ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനല്ലെങ്കിൽ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നൊരു പാഠം ഏതാണ്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കും എനിക്കൊക്കെ എന്താണ് വളരെ കുഞ്ഞു നിസ്സാരമായിട്ട് തോന്നും. അത് വളരെ സിമ്പിളായിട്ടുള്ള ഏതാണ്, മൈ ഷാഡോ എന്ന് പറയുന്ന പോമാണ് അല്ലേ. യെസ്, അപ്പോൾ നമ്മൾ എല്ലാവരും റെഡിയാണോ? റെഡിയാണോടാ എല്ലാവരും? റെഡിയാണോ? യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്താണ് ഷാഡോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം അല്ലേ. നിഴലാണ് ഷാഡോ, ദാറ്റ് വി ഓൾ നോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഷാഡോ എന്താന്നൊക്കെ ചോദിച്ചാൽ വി ഓൾ നോ വാട്ട് ഈസ് ദാറ്റ്. നമ്മൾ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങളൊക്കെ ആവുന്ന സമയത്ത് പണ്ട് ഇപ്പോഴത്തെ എല്ലാ വീട്ടിലും ഇപ്പൊ മിസ്സിൻ്റെ ഒക്കെ ചെറുപ്പത്തിലെ കാര്യം പറയുകയാണ്. മിസ്സൊക്കെ ചേർന്ന സമയത്ത് പവക്കട്ടൊക്കെ ഉണ്ടാവും വീട്ടിലൊക്കെ രാത്രി എന്തൊക്കെയായിരുന്നു. അപ്പൊ നമുക്കൊക്കെ പൊതുവെ നമ്മൾ ജോയിന്റ് ഫാമിലി ഒക്കെ ആയിട്ട് വളർന്നുകൊണ്ട് നമ്മൾ അപ്പുറത്ത് എന്താ നമ്മുടെ കസിൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾക്ക് എപ്പോഴും എന്ത് ഈ രാത്രി മതിൽമേൽ പവക്കട്ട സമയത്ത് എന്ത് ചെയ്യും, നമ്മൾക്ക് ഇങ്ങനെ ഈ ഷാഡോ പല ഈ ഷേപ്സും എന്ത് ചെയ്യും, ഈ ഒരു ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കും, ഫിംഗേഴ്സ് ഒക്കെ വെച്ചിട്ട് വി പ്ലേ വിത്ത് ഷാഡോ. നമ്മൾ എന്ത് കളിക്കും ഷാഡോന്റെ കൂടെ. പക്ഷെ ഇപ്പം പവക്കട്ടൂല്ല, അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇതൊന്നും കുഞ്ഞുങ്ങൾക്ക് അറിയൂല. സോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഷാഡോ മീൻസ് എന്താണ്, നമ്മളെ ഏറ്റവും വലിയ കമ്പാനിയനാ, നമ്മളെ കൂടെ ഫുൾ ടൈം ഉള്ള ഒരാളാണ് ആര്, നമ്മുടെ ഷാഡോ അല്ലെ. നമ്മൾ തന്നെയാണ് നമ്മുടെ ഷാഡോ. So, do you know whenever there is light, someone follows you? Have you ever wondered who is it? അപ്പോൾ നമ്മൾ ചോദിക്കുകയാണോ, do you know whenever there is light, someone follows you? ആരും ഒരാൾ എന്തുണ്ട്, നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മളെപ്പോഴും എന്താണ്, ആരും ഒരാൾ somebody is following us, നമ്മളിങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. someone is following us അല്ലേ. who is that? എപ്പോഴാണ് നമ്മളെ കൂടെ ഫുൾ ടൈം ഉണ്ട് അല്ലേ. Do you know who is that? Of course we know who is that. It is a shadow. Shadow ആണല്ലേ അതെ. അപ്പോൾ here we have a beautiful poem and we can see a girl, she's playing with her shadow, a boy who is playing with his shadow, and also കണ്ടോ നമ്മുടെ ബോയിന്റെ ഷാഡോ കണ്ടോ ഇവിടെ ബിഗ് ആയിട്ട് ഒരു ക്രാബിനെ പോലെ ഫീൽ ചെയ്യുന്നല്ലേ. നമുക്ക് ഒരു ക്രാബിനെ പോലെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ബോയിന്റെ ഷാഡോ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു ഈ ഒരു ചിത്രമൊക്കെ മാറ്റി ഉണ്ടാക്കാം. പിന്നെ എനിക്ക് ഈ ഒരു പിക്ചർ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം എന്ന് മിസ്സിന് നിർബന്ധം. കണ്ടോ ഈ ഒരു ഷേപ്സ് ഇവൻ നിൽക്കുന്ന സമയത്ത് ആ ഒരു ഷാഡോ കണ്ടോ, ആ ഒരു ഫിംഗേഴ്സ് ഒക്കെ ക്രാബ് പോലെ എന്ത് ചെയ്യുന്നു ഇവിടെ കാണുന്നത്. So I have a little shadow that goes in and out with me, and what can be the use of him is more than I can see. He is very, very like me from the heels up to the head, and I see him jump before me when I jump into my bed. I have a little shadow that goes in and out with me. I have a little shadow that goes in and out with me. എന്താ പറയുന്നത്, I have a little shadow, I have a little friend, and it is my shadow that goes in and out with me. It goes in and out with me. Okay, that goes in and out with me. അപ്പൊ എൻ്റെ കൂടെ എപ്പോഴും എന്തുണ്ട്, എൻ്റെ കൂടെ ഉള്ളിലേക്കും പുറത്തേക്കും സദാസമയം 24/7 it is with me, it travels with me, it sleeps with me, it eats with me, it bathes with me, it does whatever I am doing, my shadow does with me. ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എൻ്റെ ഷാഡോ എന്ത് ചെയ്യുന്നുണ്ടോ, it is doing with me. So and what can be the use of him is more than I can see. What can be the use of him is more than I can see. അപ്പോൾ നമ്മുടെ കുട്ടി പറയാണ്, നമ്മളിങ്ങനെ പോയിട്ട് പറയാണ്, ആക്ച്വലി I don't know what is the duty of my shadow. I don't know. I really don't know. I don't know what is the duty of my shadow. What is he doing exactly? I don't know. His duty is എന്താണ് പുള്ളിൻ്റെ ഉപയോഗം അല്ലേ, പുള്ളിൻ്റെ യൂസ് നമ്മുടെ sorry
ആ ഒരു യൂസ്, പുള്ളി എന്താണ് ചെയ്യുന്നത്, പുള്ളിൻ്റെ ആക്ഷൻ അല്ലെങ്കിൽ പുള്ളിൻ്റെ പേർപ്പസ് എന്താണ്, നമ്മുടെ ഷാഡോയുടെ പർപ്പസ് എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ സംടൈംസ് ചിലപ്പോൾ നമ്മൾ കാണാതെ എന്തോ ഒരു ഡ്യൂട്ടി, എന്തോ ഒരു ജോലി, എന്തോ ഒരു ഉദ്ദേശം മാർക്കുണ്ടാവും, നമ്മുടെ ഷാഡോ ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആൻഡ് വാട്ട് ക്യാൻ ബി ദ യൂസ് ഓഫ് ഹിം ഈസ് മോർ ദാൻ ഐ ക്യാൻ സീ. നമ്മൾ കാണുന്നതിന് മുൻപ് എന്താണ്, യെസ്, നമ്മൾ കാണുന്നതിന് അപ്പുറത്ത് ചിലപ്പോൾ എന്തുണ്ടാകും, ആ ഷാഡോയ്ക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ഡ്യൂട്ടി ഉണ്ടാവും. ഓക്കെ, നൗ ഹി ഈസ് വെരി വെരി ലൈക്ക് മീ from the heels up to the head. My shadow, he looks like me. He very very like me. എന്നെ പോലെ തന്നെയാണ് എൻ്റെ ഷാഡോ. ഓക്കെ, എന്നെ പോലെ തന്നെയാണ് എൻ്റെ ഷാഡോ. എൻ്റെ ഷാഡോ വെരി വെരി ലൈക്ക് മീ ഫ്രം ദി ഹീൽസ് അപ് ടു ദി ഹെഡ്. ഹീൽസ് അപ് ടു ദി ഹെഡ് പറഞ്ഞാൽ എൻ്റെ കാല് മുതൽ എൻ്റെ തല വരെ, എൻ്റെ ഹീൽസ് മുതൽ എൻ്റെ തല വരെ, അതായത് എൻ്റെ കാല് മുതൽ എൻ്റെ തല വരെ എന്താണ്, എൻ്റെ ഷാഡോ എന്നെ പോലെ തന്നെയാണ്. ഓക്കെ, അപ്പം എൻ്റെ ഷാഡോ എന്നെ പോലെ തന്നെയാണ്. ഓക്കെ, ഹി ഈസ് വെരി വെരി ലൈക്ക് മീ ഫ്രം ദ ഹീൽസ് അപ് ടു ദി ഹെഡ്. അപ്പം എൻ്റെ ഷാഡോ എന്താണ്, ഇൻ ഷോർട്ട് എന്നെ പോലെ തന്നെയാണ്. ആൻഡ് ഐ സീ ഹിം ജംപ് ബിഫോർ മീ. ഐ സീ ഹിം ജംപ് ബിഫോർ മീ വെൻ ഐ ജംപ് ഇൻ ടു മൈ ബെഡ്. അപ്പോൾ ഐ സീ ഹിം ജംപ് ബിഫോർ മീ. രാത്രി ആയാലും ഐ ലവ് ടു ജംപ് ഇൻ ടു മൈ ബെഡ്. രാത്രി എനിക്ക് എൻ്റെ കട്ടിലേക്ക് എന്താണ് ജമ്പ് ചെയ്ത് ചാടുന്നൊക്കെയാണ് എനിക്ക് എന്ത് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഞാൻ ജമ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് ബിഫോർ മീ, എന്നെക്കാളും മുൻപ് ആരാ ജമ്പ് ചെയ്യുന്നതാ, മൈ ഷാഡോ ഈസ് ഗോയിങ് ടു ജംപ്. അപ്പോൾ മിസ് പറഞ്ഞു മനസ്സിലായോ, ഞാൻ ആൻഡ് ഐ സീ ഹിം ജംപ് ബിഫോർ മീ, ഞാൻ ചാടുന്നതിന് കാണും മുൻപ് എന്ത് ചെയ്യും, എൻ്റെ കട്ടിലേക്ക് നൈസായിട്ട് എന്ത് ചെയ്യും, എൻ്റെ ഷാഡോ എന്ത് ചെയ്യും, അങ്ങ് ഒരു ഒറ്റ ചാട്ടം എന്ത് ചെയ്യും, അങ്ങ് വെച്ച് കളയും. ഓക്കെ, ആൻഡ് ഐ സീ ഹിം ജംപ് ബിഫോർ മീ വെൻ ഐ ജംപ് ഇൻ ടു മൈ ബെഡ്. അപ്പം ഞാൻ ചാടുന്നതിനേക്കാളും എന്ത് ചെയ്യും, എൻ്റെ ഷാഡോ എന്നെക്കാളും മുൻപ് എൻ്റെ ബെഡിലേക്ക് ഹി ജംപ്സ്. ഓ മൈ God, what the funniest thing is this? So now the funniest thing about him. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയാം, you know one thing, the funniest thing about him is the way he likes to grow. പിന്നെ എനിക്കൊരു കാര്യം ഭയങ്കര ഫണ്ണിയസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. എന്താണത്, എനിക്ക് ഏറ്റവും തമാശയായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാലോ, about him, നമ്മുടെ ഷാഡോ. ഇവിടെ ഹിം എന്ന് പറയുന്ന ആരെയാണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഷാഡോ. ഓക്കെ, നമ്മുടെ ഷാഡോയെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. ഈസ് ദ വേ ഹി ലൈക്സ് ടു ഗ്രോ. നമ്മുടെ ഷാഡോ ഇങ്ങനെ വല്ലാണ്ട് എന്താണ്, ആ ഒരു വളരുന്ന ആ ഒരു രീതി. ഓക്കെ, നമ്മുടെ ഷാഡോ ആ ഒരു ഗ്രോ ചെയ്യുന്ന, വളരുന്ന ആ ഒരു രീതി, അതെനിക്ക് എപ്പോഴും ഭയങ്കര അതിശയം. കാരണം ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ, ഇഫ് ഐ സ്റ്റാൻഡ് ലൈക്ക് ദിസ്, മൈ ഷാഡോ വിൽ ബി ലൈക്ക് ദിസ്. ഇഫ് ഐ ആം ദിസ്, if I am this, my shadow will be like this. എൻ്റെ ഷാഡോ എന്തായിരിക്കും, ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഐ എം വെരി കൺഫ്യൂസ്ഡ്, ഐ എം വെരി മച്ച് എക്സൈറ്റഡ് ടു നോ എന്തിനെ കുറിച്ചാ, about his grow. He likes to grow, not at all like proper children. He is not growing like a proper children. He is not growing like a proper children. ഒരു പ്രോപ്പർ ആയിട്ട് ശരിക്കും ഒരു കുട്ടി വലുതാവുന്ന പോലെയല്ല എന്ത് ഈ ഷാഡോ വലുതാവുന്നത്, which is always very slow. എന്താണ്, കുട്ടികൾ പതുക്കെ കുഞ്ഞുങ്ങൾ എങ്ങനെയാ, ചെറിയ ബേബിയായി, പിന്നെ കുറച്ച് വലിയ ബേബിയായി, പിന്നെ വലിയ ബേബിയായി, അതിലും വലിയ ബേബിയായി. പക്ഷെ നമ്മുടെ ഷാഡോ എന്തോ ഒരൊറ്റയടിക്ക് എന്ത് ചെയ്യും, ഷാഡോ ഒന്ന് വലുതായി കളയുമല്ലേ. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ വലുതാകുന്ന പോലെയല്ല എന്താ, എൻ്റെ ഷാഡോ വലുതാകുന്നത്. For he sometimes shoots up taller like an Indian rubber ball. Indian rubber ball. നമ്മുടെ റബ്ബർ ബോൾ പോലെയാണ് എന്ത്, ചില സമയത്ത് നമ്മുടെ ഷാഡോ എന്ത് ചെയ്യുന്നത്, ബൂം പറഞ്ഞ് എന്താവുന്നത്, വലുതാകുന്നത്. അതായത് നമ്മുടെ ബോൾ ഇങ്ങനെ ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ബൂം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ബോൾ ഇങ്ങ് പൊങ്ങും അല്ലേ. അതേപോലെയാണ് ചില സമയത്ത് എന്താവുന്നത്, നമ്മുടെ ഷാഡോ, മൈ ഷാഡോ, it gets the tallest അല്ലേ. It gets the tallest, it gets the highest എന്ന് നമുക്ക് പറയാം. So
For he sometimes shoots up taller. എങ്ങനെയാണ് മേലെ ഷൂട്ട് ചെയ്യുന്നത്, വലുതാകുന്നത്, നീളം വെക്കുന്നത്, കൂടുന്നത്? Taller like a rubber ball. And he sometimes gets so little that there is none of him at all. എന്നാലോ ചില സമയത്തോ എങ്ങനെയായിരിക്കും? ഒരു കുഞ്ഞായിരിക്കും. ചില സമയത്ത് എന്തായിരിക്കും? ഒരു കുഞ്ഞായിരിക്കും, കുഞ്ഞുണ്ണി. ചില സമയത്ത് കുഞ്ഞു പോലാകും, ചില സമയത്ത് ബിഗ് ജയന്റ് ആവും അല്ലേ? ചില സമയങ്ങളോ ചെറിയ കൊച്ചു കുട്ടിയെ പോലെ ചെറിയ ഇലയിൽ നമ്മൾ ഒട്ടും കാണാത്ത തരത്തിലായിരിക്കും എന്താവാം, ചെറുതാവാം. One morning, very early, before the sun I was up, I rose and found the shining dew on every buttercup, but my lazy little shadow, like an errant sleepy head, had stayed at home behind me and was fast in bed. So, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് പറയാണ്, one morning, ഒരു ദിവസം രാവിലെ, very early, before the sun I was up, okay? എന്താണ്? സൂര്യൻ ആ ഒരു ഉദിക്കുന്ന ഒരു സമയത്ത് കേട്ടോ. very early before the sun I was up, I rose and found the shining dew on every buttercup. മുറ്റത്തേക്ക് ഞാൻ നോക്കുമ്പോഴൊക്കെ എന്തുണ്ട്? എല്ലാത്തിൻ്റെ മേലും ചെറിയൊരു ഡ്യൂ ഡ്രോപ്സ്, ചെറിയ കുഞ്ഞു 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 മഞ്ഞുതുള്ളികൾ വീണിട്ടുള്ള ഒരു നനവുണ്ട് അവിടെ. അപ്പം ഞാൻ മുറ്റത്തേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര സുന്ദരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മഞ്ഞുതുള്ളികൾ ഇങ്ങനെ വീണ് അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, now I rose and found the shiny dew on every buttercup. So when I looked into the outside, when I looked at the trees, when I looked at the leaves, when I looked at the nature, it was a beautiful morning. It was a blessed morning. It was a warm morning, and I could see dewdrops. It was laid on the leaves. ഏലിന്റെ മേലേക്ക് എന്താണ്? നല്ല സുന്ദരമായിട്ടുള്ള മഞ്ഞുതുള്ളികൾ വീണ് കിടക്കുന്നുണ്ട്. But my lazy little shadow, like an errant sleepy head, പക്ഷെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൂടെ ആരില്ല. I cannot find my shadow. I look my left side, he's not here. I look my right side, he's not here. I turn back, he's not there. Where is he? Where is my shadow? I cannot find my shadow. Where is he? I can find him. Where is he? He stayed at home behind me and was fast asleep in bed. അപ്പോൾ എൻ്റെ ഷാഡോ എവിടെയാണ്? പുള്ളി സുഖസുന്ദരമായിട്ട് ബെഡിൽ കിടന്ന് അങ്ങനെ ഉറങ്ങാണ്. ഓക്കെ, അപ്പൊ എൻ്റെ ഷാഡോ സുഖസുന്ദരമായിട്ട് എന്ത് ചെയ്യുന്നു? പുള്ളി ഇപ്പോഴും എന്താണ്? സുഖമായിട്ട് എന്ത് ചെയ്യുന്നു? ബെഡിൽ ഉറക്കത്തിൽ തന്നെ അല്ലേ? അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ലിറ്റിൽ നോക്ക്, ലേസി ലിറ്റിൽ ഷാഡോ പറയുന്നുണ്ട്, ലൈക്ക് ആൻ errant sleepy head. അപ്പൊ മൂക്ക് എന്താണ്? ഇങ്ങനെ പാവം, ഭയങ്കര ഡെഡായിട്ട് എന്ത് ചെയ്യണം? ആളിങ്ങനെ ഉറങ്ങായിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ബോയ് വളരെ എക്സൈറ്റഡ് ആയിട്ട് ആണ് ആരെക്കുറിച്ച് സംസാരിക്കുന്നത്? പുള്ളിയുടെ ഈ പറയുന്ന ഒരു കമ്പാനിയനെ കുറിച്ച് സംസാരിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ ആണോ? എല്ലാവർക്കും എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ കിട്ടിയോ? ഒന്ന് പറഞ്ഞേ, എല്ലാവർക്കും ടൈം ടേബിൾ ഒക്കെ ഒന്ന് കിട്ടിയോ? ഒന്ന് പറഞ്ഞേ. കിട്ടിയോ? ടൈം ടേബിൾ ഒക്കെ വന്നോ? യെസ് ഓർ നോ? കിട്ടിയോ ടൈം ടേബിള്? Okay, now let's go to the next part. So നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു പോമാണ്, നമുക്ക് ഭയങ്കരമായിട്ട് എന്താ ഫണ്ണി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പോമാണ് അല്ലേ? See now here we have, who do you think your shadow looks like? ആരെ പോലെയാണ്? Yes, your shadow looks like ആരെക്കുറിച്ചാണ്? Who do you think your shadow looks like? So your shadow looks like you. അപ്പൊ നിങ്ങൾ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? My shadow looks like me.
അല്ലേ? നിങ്ങൾ പറയുന്ന സമയത്ത് my shadow looks like me. Why do you think your shadow jumps into bed before you can? എന്തുകൊണ്ടാണ്? Because it moves fast. അല്ലേ? It is bigger. It moves faster. ആരാണ് ഏറ്റവും കൂടുതൽ മൂവ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്? ആരാണ് ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്? നോക്കുക. He is very, very like me from the heels up to the head. I see him jump before me when I jump into bed. So, he moves faster. Now, മൂന്നാമത്തെ question എന്താണെടാ? What time of the day do you think it is when your shadow is the tallest? Why? എന്താ പറയുന്നത്? What time of the day do you think it is when your shadow is the tallest? Why? എന്തുകൊണ്ടാണ്? What time of the day do you think it is when your shadow is the tallest? ഏത് സമയത്താണ് നമ്മുടെ ഷാഡോ ഏറ്റവും കൂടുതൽ tallest ആയിട്ട് നമ്മൾ കാണാം? മോർണിംഗ് ആണോ, ആഫ്റ്റർനൂൺ ആണോ, നൈറ്റ് ആണോ? At what time? Guess. At what time? ഏത് സമയത്താണ്? പറഞ്ഞേ. പറഞ്ഞടാ. പറ. Morning ആണോ, afternoon ആണോ, night ആണോ? Let me see how many of you are giving the right answer. How many of you are giving the right answer? Let me see that. Okay. ഏതാണ്? Yes, night. Let night. Okay, so at night, this is the answer. So have you noted the answers? Have you noted the answers, guys? Okay. Let's move to the next part. Read the lines from the poem and answer the questions, okay? Noka, he is very, very like me. He is very, very like me. From the heels up to the head. Who does he refer to? Who does me refer to? Why are he and me alike? He is very, very like me. ആരെയാണ് ഇവിടെ he എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? ആരെയാണ്? പറഞ്ഞേ നിങ്ങള്. ആരെയാ? യെസ്. ആരെയാ? നമ്മുടെ ഷാഡോനാണ് ഉദ്ദേശിക്കുന്നത്. ഹൂ ഡസ് മീ റെഫർ ടു? മീ എന്ന് പറയുന്നത് ആരെയാണ്? നമ്മുടെ പോയറ്റിന്. അവിടെ നമ്മൾ പോയറ്റ് എന്ന് എഴുതാം. വൈ ആർ ഹി ആൻഡ് മീ അലൈക്ക്? എന്തുകൊണ്ടാണ്? Because the shadow is the representation of ourselves. നമ്മുടെ ഷാഡോ എന്തിനാ കാണിക്കുന്നത്? നമ്മളെ തന്നെയാണ് നമ്മുടെ ഷാഡോ എന്ത് ചെയ്യുന്നത്? കാണിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഷാഡോ നമ്മളെ തന്നെയാണ് റിവീൽ ചെയ്ത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളും നമ്മുടെ ഷാഡോ എന്തുള്ളത്? വി ലുക്ക് അലൈക്ക്. നമ്മൾ ഒരേപോലെ ഉള്ളത് അല്ലേ? സോ ദാറ്റ് ഇസ് വൈ നമ്മളും നമ്മുടെ ഷാഡോ എന്താണ്? വി ലുക്ക് ലൈക്ക് സെയിം. നമ്മൾ ഒരേപോലെ തോന്നുന്നത് അതുകൊണ്ടാണ്. ബിക്കോസ് നമ്മളും നമ്മുടെ ഷാഡോയും എന്താണ്? വി ബോത്ത് ആർ സെയിം. Okay, now next one നോക്ക് നിങ്ങൾ. Let's talk അല്ലേ? നമ്മളൊരു സ്പീക്കിംഗ് സെഷൻ ആണ്. Work in pairs and discuss the following. What would you do? എന്താണ് നിങ്ങൾ ചെയ്യുക? What would you do if a dog chases you? ഒരു ഡോഗ് നിങ്ങളെ ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യും? നോക്കി നിൽക്കോ? ഞാനിങ്ങനെ നോക്കി നിൽക്കും മിസ്സേ, നായയുടെ കണ്ണിലേക്ക്. ഞാൻ നായയോട് പറയും, നായ നീ എന്നെ കടിക്കരുത്. Will you do that? Will you do that? Will I do that? No. I will run. We all will run. I will run. What you guys will do? നമ്മൾ ഓടും അല്ലേ? നമ്മൾ ഓടും. നെക്സ്റ്റ് എന്താണ്? ഇറ്റ് ഈസ്. നോക്കൂ നിങ്ങള്.
ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണോ? അത് ഓക്കെ ആണോ? ഓക്കെ, ഇവിടെ നമുക്ക് നിങ്ങൾക്ക് എന്ത് ഓപ്ഷൻ ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഴുതാട്ടോ. നിങ്ങൾക്ക് എന്ത് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും യു ഗൈസ് ക്യാൻ ആഡ്. ഐ വിൽ റൺ. പക്ഷെ നമ്മൾ കല്ലെടുത്ത് എറിയാം, അതൊന്നും ഒരു വലിയൊരു നല്ല കല്ലെടുത്ത് എറിയണ്ടെന്ന് കേട്ടോ. നമ്മളൊരു നായ അറ്റാക്ക് ഒക്കെ ചെയ്യാൻ വന്ന് നമ്മൾ ആരായാലും കൈ കെട്ടി കല്ലൊക്കെ എടുത്ത് എറിയന്നെ ചെയ്യും, ശരിയാണ്. പക്ഷെ നമുക്ക് എപ്പോഴും എക്സാം ഒക്കെ തരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലും നമുക്ക് ഐ വിൽ റൺ അല്ലെങ്കിൽ ഇഫ് ഇറ്റ് അറ്റാക്സ് മീ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര എന്ത് ചെയ്യാം, ലോയാലിറ്റിയോട് കൊടുത്തരുത്, ശരിയാണ്. ഇഫ് ഇറ്റ് അറ്റാക്സ് മീ, അതിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ, ഇഫ് ഇറ്റ് അറ്റാക്സ് മീ, ഇഫ് ഇറ്റ് കംസ് ടു ബൈറ്റ് മീ, ഇഫ് ഇറ്റ് കംസ് ടു ബൈറ്റ് മീ, ഐ വിൽ ത്രോ എ സ്റ്റോൺ, ഐ വിൽ ടേക്ക് എ സ്റ്റിക്ക് ആൻഡ് അറ്റാക്ക് ഇറ്റ് ബാക്ക്, അല്ലേ? അപ്പോഴൊക്കെ നമുക്കത് പറയാം. അല്ലാത്ത സമയത്ത് നമ്മൾ അങ്ങനെ ഒരു വയലന്റ് ആകുന്ന അല്ലെങ്കിൽ ആക്രമിക്കുന്ന ഉത്തരം നമ്മൾ എന്ത് ചെയ്യരുത്, എഴുതി വെക്കരുത്. ഐ വിൽ റൺ, അല്ലേ? നമുക്ക് അങ്ങനെ പറയാം. ഇനി now when we come back to our poem, ഇവിടെ നോക്കാം. രണ്ട് കാര്യങ്ങളൊന്നും മിസ് നിങ്ങളെ പഠിപ്പിക്കട്ടെ. യെസ്, ഇവിടെ നോക്കണം. ഇവിടെ നമ്മൾ നോക്കിയേ, നിങ്ങൾ ശ്രദ്ധിക്കണേ. നമ്മൾ പോയറ്റിക് ഡിവൈസസ് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാം, ഇവിടെ ലൈക്ക് മീ, എന്നെ പോലെ എന്ന് പറയുന്നൊരു ഭാഗം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ലൈക്ക് ചിൽഡ്രൻ, ലൈക്ക് പ്രോപ്പർ ചിൽഡ്രൻ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മളൊരു ലൈക്ക് എന്ന് പറയുന്നൊരു കാര്യം, അല്ലേ? Now I'm going to explain that. അവിടെ നമ്മൾ രണ്ട് സ്ഥലങ്ങളിൽ കണ്ട കാര്യം ലൈക്ക് ചിൽഡ്രൻ, കുഞ്ഞുങ്ങളെ പോലെ. ഇതൊരു കമ്പാരിസൺ ആണ്, കുഞ്ഞുങ്ങളെ പോലെ. സോ നമ്മള് ആസ് അല്ലെങ്കിൽ ലൈക്ക്, ആസ് അല്ലെങ്കിൽ ലൈക്ക്, മറന്നു പോകരുത്. ആസ് അല്ലെങ്കിൽ ലൈക്ക്. ഓക്കെ, ഇത് രണ്ടും വെച്ച് നമ്മൾ ഒന്നെങ്കിൽ ആസ് അല്ലെങ്കിൽ ഞാൻ പറയാണ് ആസ് വൈറ്റ് ആസ് മിൽക്ക്. മിസ് ഇവിടെ എഴുതാം എക്സാമ്പിൾ. സോറി മക്കളെ ശ്രദ്ധിക്കണേ. As white as milk, as dark as night, as dark as night, as white as milk. അപ്പം നമ്മളിവിടെ ആസ് വെച്ചിട്ടാണ് ഇത് താരതമ്യം ചെയ്യുന്നത്. നമ്മുടെ പോയത്തിൽ നമ്മൾ ലൈക്ക് വെച്ചിട്ടാണ് കമ്പാരിസൺ നടത്തിയത്. ഇങ്ങനെ ആസോ ലൈക്കോ ഉപയോഗിച്ചിട്ട് നമ്മൾ രണ്ട് വസ്തുക്കളെ താരതമ്യം ചെയ്യുന്നതിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ സിമിലി എന്ന് പറയാം. ഓക്കെ, ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. സിമിലി, സിമിലി എന്താ പറയാ? ഓക്കെ, നമ്മൾ ആസ് അല്ലെങ്കിൽ ലൈക്ക് ഉപയോഗിച്ചിട്ട് രണ്ട് വസ്തുക്കളെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എന്താ വിളിക്കുക? നമ്മൾ സിമിലി എന്നാ വിളിക്കുക. ഓക്കെ, സിമിലി എന്നാണ് പറയാം. അപ്പൊ മിസ് പറഞ്ഞത് ആസ് വൈറ്റ് ആസ് മിൽക്ക്, ആസ് സ്ട്രോങ് ആസ് അയൺ, ഇരുമ്പിനെ പോലെ ഉറപ്പുള്ള, ആസ് ബ്രേവ് ആസ് ലയൺ, സിംഹത്തിനെ പോലെ ധൈര്യശാലിയായ. അപ്പൊ അങ്ങനെയുള്ള താരതമ്യം ചെയ്യുന്നത് നമ്മൾ എന്താ പറയാം? ആസോ ലൈക്കോ വെച്ച് രണ്ട് വസ്തുക്കളെ നമ്മൾ താരതമ്യം ചെയ്യുന്നതിനാണ് നമ്മൾ എന്തു പറയാ? സിമിലി എന്ന് പറയാം. ഈസ് ഇറ്റ് ക്ലിയർ? അടുത്തത് ഇനി നമ്മൾ വീണ്ടും നമ്മുടെ പാഠത്തിലേക്ക് നമുക്കൊന്ന് വരാം. ഓക്കെ, ശ്രദ്ധിക്കണേ. സിമിലി, സിമിലി. ഇനി അടുത്ത ഒരു കാര്യം പഠിക്കാനുള്ളത്, ശ്രദ്ധിക്കണേ. മിസ് പറയുന്നല്ല അതിന്. ഇവിടെ നോക്കണം. Heels up to the head. ഇവിടെ നോക്കണേ.
ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക, എച്ച് എന്ന് പറയുന്ന വാക്ക് റിപ്പീറ്റഡ് അല്ലേ? ഹീൽസ് അപ് ടു ദി ഹെഡ്, ഹീൽസ് ആൻഡ് ഹെഡ്. നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ്, നോക്കുക, ഹീൽസും ഹെഡും അതേപോലെ തന്നെ. നെക്സ്റ്റ് നിങ്ങൾ മിസ് പറയുന്ന എക്സാമ്പിൾ നോക്കണേ. സംടൈംസ് ഷൂട്ട്സ്, സംടൈംസ് ഷൂട്ട്സ്, sometimes shoots. Okay, ini sometimes so. Okay, so next nokane. So sometimes shoots. ഇവിടെ നമ്മൾ ഏത് വേർഡാണ് റിപ്പീറ്റ് ചെയ്തത്? രണ്ട് വാക്കിന്റെ തുടക്കത്തിലും നമ്മൾ ഒരേ ലൈൻ എടുത്താൽ അവിടെ ശ്രദ്ധിക്കണേ മക്കളെ, നോക്കാം. Peter Pan Pat, ഇതൊരു ലൈനാ നിങ്ങൾ വിചാരിക്കും. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഓരോ വാക്കിന്റെ ഈ തുടക്കത്തിലുള്ള ലെറ്റർ പീറ്റർ പാൻ പാറ്റ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക, ഈ മൂന്ന് വാക്കിന്റെയും ബിഗിനിങ് ലെറ്റർ എന്താ? സെയിം കോൺസണന്റ് സൗണ്ട് ആണ്. ഇവിടെ സംടൈംസ് എന്നതിൽ റിപ്പീറ്റ് ചെയ്തത് സെയിം കോൺസണന്റ് സൗണ്ട് ആയ സ് സൗണ്ട് ആണ്. ഇവിടെ ഇറ്റ് ഈസ് പെർപ്പ് സൗണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയാണ് കെന്റ്, കെറ്റിൽ. ഖ് സൗണ്ട് എന്ത് ചെയ്തു? ഒരേ വരിയിൽ റിപ്പീറ്റ് ചെയ്ത് വന്നു. വാക്കിന്റെ ബിഗിനിങ് ലെറ്റർ, ഫസ്റ്റ് ലെറ്റർ, ഫസ്റ്റ് ലെറ്റർ ആയിട്ട് എന്ത് ചെയ്തു? ബിഗിൻ ചെയ്ത് വന്ന്. ഖ് സൗണ്ട് ഇസ് റിപ്പീറ്റഡ്. അപ്പൊ സെയിം ലൈനിൽ ഒരേ വരിയിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കോൺസണന്റ് സൗണ്ട് എങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന? ഒരേ വാക്കുകളുടെ ആദ്യത്തെ അക്ഷരമായിട്ട് ഒരേ വരിയിൽ പീറ്റർ പാൻ പാറ്റ് എന്നതുപോലെ വാക്കുകളുടെ ബിഗിനിങ് ലെറ്റർ, ഫസ്റ്റ് ലെറ്റർ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എന്താണ്? alliteration. നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരെന്താ? ഇറ്റ് ഈസ് alliteration. മനസ്സിലായോ? ദാറ്റ് ഈസ് alliteration. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ. ഇനി നമ്മുടെ പോയത്തിലെ വേറൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. നോക്കണേ, നോക്കണേ. നെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് വവൽ സൗണ്ട് അല്ലെ? എ ഇ ഐ ഒ യു. ഇവിടെ നിങ്ങൾ നോക്ക്, ഈ സൗണ്ട് ഈസ് റിപ്പീറ്റഡ് അല്ലേ? നെക്സ്റ്റ് നോക്ക് നിങ്ങൾ, ഈ സൗണ്ട് ഈസ് റിപ്പീറ്റഡ്, എ സൗണ്ട് ഈസ് റിപ്പീറ്റഡ്. വൺ മോർണിംഗ്, ഓ സൗണ്ട് ഈസ് റിപ്പീറ്റഡ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇവിടെ നോക്കുക, ഓ സൗണ്ട് ഈസ് റിപ്പീറ്റിംഗ്. അപ്പൊ വവൽ സൗണ്ടും ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് വരൂലേ? നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും? നമ്മുടെ വവൽ സൗണ്ടും ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പൊ നമ്മൾ കോൺസണന്റ് സൗണ്ടിന്റെ റിപ്പീറ്റേഷൻ അലിറ്ററേഷൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ വവൽസ്, വവൽ സൗണ്ടിന്റെ റിപ്പീറ്റേഷൻ നമ്മൾ എന്താ വിളിക്കാം? assonance. Okay, vowel sound repetition നമ്മൾ എന്ത് വിളിക്കാം? assonance എന്ന് വിളിക്കാം. അപ്പോൾ vowel sound ഒരേ ലൈനിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ we can call that as assonance. Okay, if it is consonant sound at the beginning of the words, it is ഏതാണ്? that is an example of alliteration. alliterationന്റെ ഉദാഹരണം എന്താണ്? അതാണ്. Okay, so alliteration, simile, assonance, ഇത് മൂന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ പഠിച്ച ഏത് മൂന്ന് ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അത് ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോടാ? ഓക്കെ ആണോ?
ഓക്കെ, അപ്പൊ മനസ്സിലായോ? 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 നോക്ക്, ഇനി അടുത്ത് നമുക്ക് റൈമിംഗ് വേർഡ്സ് ഒന്ന് നോക്കണ്ടേ? ഇവിടെ നോക്കിയേ നിങ്ങള്, അടുത്ത് നോക്കിയടാ. Me, see, head, bed. ആയോ? ആയി. ഇനി നോക്കുക നിങ്ങൾ നെക്സ്റ്റ്. grow slow, ball, all. അല്ലേ? grow slow, it rhymes with slow. grow rhymes with slow, so grow slow, grow slow. ball tall, ball tall, ball tall. up cup, up cup. Again head bed, head bed, head bed. Again it is head and bed. Okay, appo rhyming words കിട്ടിയില്ലേ? കിട്ടിയില്ലടാ? ഓക്കെ, അപ്പൊ ഇത് ഭയങ്കര ഷോർട്ട് പോമാണ്. എന്ത് നമുക്ക് പഠിക്കാനുള്ള ഈ പറയുന്ന ഒരു മൈ ഷാഡോ. ഓക്കെ, ഭയങ്കര ഷോർട്ട് പോമാണ്. അപ്പം നമ്മളിന്ന് പോം പഠിച്ചു, ഇതിന്റെ ക്വസ്റ്റൻ ആൻസർ ഡിസ്കസ് ചെയ്തു, ആൻഡ് വി ഡിസ്കസ്ഡ് ദ poetic devices, including the rhyme scheme and rhyme pattern, rhyming words. അപ്പോൾ നിങ്ങൾ എന്ത് ജസ്റ്റ് ഇത് എക്സാമിന് പോകുമ്പോൾ വളരെ ഒന്ന് ഒരു ഫണ്ണിയസ്റ്റ് പോയാണ്. അതൊരു സിമ്പിൾ പോമാണ്. അപ്പോൾ ഒന്ന് ഒരു 3-4 പ്രാവശ്യം എന്ത് ചെയ്യുക, ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, നിങ്ങൾ വായിക്കാം. ഓക്കെ, ഇപ്പം നമ്മളത് ഡിവൈസസ് ഒക്കെ എന്ത് ചെയ്തു, നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നൗ ഐ തിങ്ക് വി ക്യാൻ സ്റ്റോപ്പ് ഹിയർ. നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പം മക്കൾ എന്ത് ചെയ്യുക, എല്ലാവരും അടിപൊളിയായിട്ട് എന്ത് വേണം, എന്ത് വേണം, പഠിക്കണം. ഓക്കെ, ഓക്കെ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ റിവിഷൻ ക്ലാസ്സും വെക്കാം. ഓക്കെ, യെസ്. ഓക്കെ, സോ നമ്മുടെ ഓണം എക്സാം ആണ്. അപ്പോൾ നമുക്ക് ഇനി എന്ത് വേണം, നമ്മുടെ ഫസ്റ്റ് 2 യൂണിറ്റ്സ് ഒക്കെ ശരിക്കും നമുക്കൊരു 1 ഷോട്ട് റിവിഷൻ നമുക്ക് ചെയ്യണം. ക്വസ്റ്റൻ ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. മോഡൽ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണടാ, ഉടനെ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, സോ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്. We stop here. I will be meeting you guys very, very soon with the model question paper. Thank you so much.